നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ഈ വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കലവൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ച് നടത്തുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും സ്വകാര്യ ബസ് സർവീസിന് തുടക്കമായി. ആശുപത്രിയിലേക്ക് എത്തുന്ന ആയിരക്കണക്കിന് ആളുകൾക്കാണ് ബസ് സർവീസ് പ്രയോജനപ്പെടുന്നത്. എച്ച് സലാം MLA ആദ്യ സർവീസിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. അമ്പലപ്പുഴ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ സജീവ സാന്നിധ്യവുമായിരുന്ന ഡി മുരളീധരന്റെ സ്മരണാർത്ഥം ആരംഭിച്ച സാംസ്കാരിക കേന്ദ്രത്തിന്റെയും വായനശാലയുടെയും പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു. പോലീസിലെ സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരിക്കണമെന്ന പ്രമേയവുമായി കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ 35ാമത് ജില്ലാ സമ്മേളനം നടത്തി. അമ്പലപ്പുഴ MLA എച്ച് സലാം ജില്ലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. NGO യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സ്കൂൾ കുട്ടികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. LP UP HS വിഭാഗം കുട്ടികൾക്കായി സംഘടിപ്പിച്ച മത്സരത്തിൽ 200ഓളം വിദ്യാർത്ഥികൾ മാറ്റുരച്ചു. വാർത്തകൾ വിശദമായി. ഈ വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കലവൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ച് നടത്തുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഈ വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കലവൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ച് നടത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജൂൺ 2-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനാകും. പ്രവേശനോത്സവത്തിന്റെ പ്രക്ഷേപണം സംസ്ഥാനത്തെ മുഴുവൻ സ്കൂളുകളിലും കാണിക്കാനുള്ള ഒരുക്കങ്ങൾ ചെയ്യും. സംസ്ഥാനതല ഉദ്ഘാടനത്തിന് ശേഷം മാത്രമായിരിക്കണം ജില്ലാതല പരിപാടികൾ നടക്കാനെന്നും മന്ത്രി പറഞ്ഞു. പ്രവേശന നടപടികൾ സുഗമമായി പൂർത്തീകരിക്കാൻ ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കണം. കൃത്യസമയത്ത് തന്നെ അഡ്മിഷൻ അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കണമെന്നും സ്കൂൾ ഹെഡ്മിസ്ട്രസ്, പ്രിൻസിപ്പൽ എന്നിവർ ചേർന്നാവണം സ്കൂൾ പ്രവേശനോത്സവം സംഘടിപ്പിക്കേണ്ടതെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലാദ്യമായി 1 മുതൽ 10 വരെയുള്ള എല്ലാ പാഠപുസ്തകങ്ങളും പുതുക്കിയാണ് ഈ വർഷം വിതരണം ചെയ്യുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുന്നത്. ജൂൺ മാസം 2-ാം തീയതിയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി അധ്യക്ഷനായിരിക്കും. എല്ലാ സ്കൂളുകളിലും സംസ്ഥാനതല ഉദ്ഘാടന പ്രക്ഷേപണം തത്സമയം പ്രദർശിപ്പിക്കുന്നതിന് ക്രമീകരണം ഏർപ്പെടുത്തേണ്ടതാണ്. അതിനുശേഷമായിരിക്കണം ജില്ലകളിൽ സ്കൂൾ തല പ്രവേശനോത്സവവും ജില്ലാതല പ്രവേശനോത്സവവും നടത്തേണ്ടത്. സ്കൂൾ പ്രവേശന നടപടികൾ സുഗമമായി പൂർത്തീകരിക്കേണ്ടതാണ്. പ്രവേശനോത്സവ പരിപാടികളിൽ വിപുലമായ രീതിയിൽ ജനകീയ ഘടകങ്ങളുമായി ആലോചിച്ച് സംഘടിപ്പിക്കേണ്ടതാണ്. കൃത്യസമയത്ത് തന്നെ അഡ്മിഷൻ നടപടികൾ പൂർത്തീകരിക്കേണ്ടതാണ്. സ്കൂളിനെ ഒറ്റ യൂണിറ്റായി കണ്ട് പ്രവേശനോത്സവം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ സ്കൂൾ പ്രിൻസിപ്പാൾ, ഹെഡ്മാസ്റ്റർമാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കേണ്ടതാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം വളരെ നേരത്തെയാണ്. സ്കൂൾ തുറക്കുന്ന ജൂൺ മാസം 1-ാം തീയതിയാണ് തുറക്കേണ്ടത്. അന്ന് അവധിയായിട്ട് 2-ാം തീയതി ആവുകയാണ്. ബാക്കി റിസൾട്ട് പ്രഖ്യാപിച്ചത് വളരെ നേരത്തെയാണ്. 9ാം ക്ലാസ് പരീക്ഷ പാസ്സായി 9ാം ക്ലാസ് പരീക്ഷ എഴുതി പുറത്തിറങ്ങിയപ്പോൾ തന്നെ 10ാം ക്ലാസ്സിൻ്റെ പാഠപുസ്തകം കൊടുത്തു. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും സ്വകാര്യ ബസ് സർവീസിന് തുടക്കമായി. ആശുപത്രിയിലേക്ക് എത്തുന്ന ആയിരക്കണക്കിന് ആൾക്കാർക്കാണ് ബസ് സർവീസ് പ്രയോജനപ്പെടുന്നത്. അമ്പലപ്പുഴ MLA എച്ച് സലാം ആദ്യ സർവീസിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് സ്വകാര്യ ബസ് സർവീസിന് തുടക്കമായി. ആശുപത്രി അങ്കണത്തിൽ നിന്ന് തൈക്കൽ ബീച്ച് വരെ രാവിലെ 6:16-നാണ് ആദ്യ സർവീസ് ആരംഭിക്കുക. പൂമീൻപൊഴി, ചള്ളിക്കടപ്പുറം, വിയാനിപ്പള്ളി, പറവൂർ IMS, സാഗര ആശുപത്രി, വാടക്കൽ, കുതിരപ്പന്തി, വട്ടയാൽ, റെയിൽവേ സ്റ്റേഷൻ, ആലപ്പുഴ ബീച്ച്, കളക്ട്രേറ്റ്, ജനറലാശുപത്രി, മുല്ലക്കൽ, ഔട്ട് പോസ്റ്റ്, ബോട്ട് ജെട്ടി, ആലപ്പുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, മാളികമുക്ക് വഴി, തുമ്പോളി, കാട്ടൂർ, മാരാരിക്കുളം, അർത്തുങ്കൽ ബസിലിക്ക എന്നിവിടങ്ങൾ കടന്ന് തീരദേശ റോഡ് വഴി രാവിലെ 8:15-ഓടെ ബസ് തൈക്കൽ ബീച്ചിലെത്തും. 8:31-ന് തിരികെ ആശുപത്രിയിലേക്കും സർവീസ് നടത്തും. പുലർച്ചെ 6:16 കൂടാതെ 10:45, വൈകിട്ട് 3:27, 5:20 എന്നീ സമയങ്ങളിൽ 4 സർവീസുകളാണ് ഉണ്ടാവുക. 3:27-ന് ആശുപത്രിയിൽ നിന്ന് ആരംഭിക്കുന്ന സർവീസ് ആലപ്പുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വരെ മാത്രമേ സർവീസ് ഉണ്ടാകൂ. ഇവിടെ നിന്ന് തിരികെ ആശുപത്രിയിലെത്തി വീണ്ടും 5:20-ന് ഓട്ടം തുടങ്ങുന്ന ബസ് 7:35-ന് തൈക്കൽ ബീച്ചിലെത്തുകയും 7:40-ന് തിരികെ അവസാന ട്രിപ്പും നടത്തും. ആശുപത്രി മുതൽ തൈക്കൽ വരെ 53 രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് നിരക്ക്.
അമ്പലപ്പുഴ MLA എച്ച് സലാം ആദ്യ സർവീസ് ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. കൗൺസിലർ എൽജിൻ റിച്ചാർഡ്, ബസ് ഉടമ എബ്രഹാം, ബസ് ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. അമ്പലപ്പുഴ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ സജീവ സാന്നിധ്യവുമായിരുന്ന ഡി മുരളീധരന്റെ സ്മരണാർത്ഥം ആരംഭിച്ച സാംസ്കാരിക കേന്ദ്രത്തിന്റെയും വായനശാലയുടെയും പ്രവർത്തനത്തിന് തുടക്കമായി. അവിഭക്ത അമ്പലപ്പുഴ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും അമ്പലപ്പുഴയിലെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ സജീവ സാന്നിധ്യവുമായിരുന്ന ഡി മുരളീധരന്റെ സ്മരണാർത്ഥം നീർക്കുന്നം പ്രാർത്ഥനാ സമിതി സാംസ്കാരിക കേന്ദ്രത്തിന്റെയും വായനശാലയുടെയും പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു. പ്രാർത്ഥനാ സമിതി അങ്കണത്തിൽ എച്ച് സലാം MLA വായനശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സെക്രട്ടറിയായി ഇരിക്കുന്ന കമ്മിറ്റി മുതൽ അതിൽ ഞാനും മുരളി സാർ അംഗങ്ങളായി തന്നെ ആ കമ്മിറ്റിയിൽ പ്രവർത്തിച്ചതാണ്. അപ്പോൾ ആ സമയം മുതൽ ദീർഘമായ വർഷം ഒരുമിച്ച് ഒരേ കമ്മിറ്റിയിൽ പല സന്ദർഭങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ അവസരം കിട്ടിയ ഒരാളാണ്. സ്വാഭാവികമായിട്ട് അത്രയും വർഷത്തെ ഒരുമിച്ചുള്ള പ്രവർത്തന അനുഭവം എന്ന് പറയുന്നത് അങ്ങനെ ജീവിക്കുന്ന ആളുകൾക്ക് ആ ജീവിതത്തിന്റെ ഭാഗമായി കൈമാറുന്ന അറിവുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിങ്ങനെ വെറുതെ ഈ കമ്മിറ്റിയിൽ മാത്രമല്ലാതെ വെറുതെ സംസാരിക്കുമ്പോഴുമല്ല, എപ്പോഴും സാർ വളരെ സരസമായി സംസാരിക്കുന്ന ആളാണ്. പ്രത്യേകിച്ച് പറയേണ്ടതായിട്ട് എല്ലാവർക്കും അറിയാം. എപ്പോഴും ഓഫ് ടൈമിലെല്ലാം ഒരു ഔദ്യോഗികമായ കമ്മിറ്റി അല്ലാത്ത എല്ലാ സമയത്തും ഞങ്ങളുമായി ഇങ്ങനെ തമാശ നല്ലതുപോലെ പങ്കുവയ്ക്കുന്ന ഒരാളാണ്. പ്രായവ്യത്യാസം നല്ലപോലെയുണ്ട്. എൻ്റെ പിതാവിൻ്റെ സുഹൃത്ത് കൂടിയാണ് മുരളി സാർ. അപ്പോൾ വാപ്പായുടെ സുഹൃത്താണ്. പക്ഷേ അത്രയും അച്ഛൻ മകനെന്ന അത്രയും പ്രായവ്യത്യാസം ഉണ്ടെങ്കിലും ഞങ്ങൾ ഒരുമിച്ചിങ്ങനെ കൂടിയാൽ എല്ലാ നിലയ്ക്കും സൗഹാർദ്ദപരമായി ഏത് കാര്യവും അങ്ങനെ വളരെ ഓപ്പണായി ഞങ്ങളോട് സംസാരിക്കുന്ന ഒരു സ്വഭാവം സാറിനുണ്ട്. അത് ഷെല്ലിവിടെ പറഞ്ഞു കുറേയധികം കാര്യം. നിശ്ചയമായ സമയത്തെല്ലാം നമുക്കിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ, ഇങ്ങനെയുള്ള സംഭാഷണങ്ങളിൽ ഒരുപാട് നമുക്കറിയാത്ത ഒരുപാട് കാര്യം മനസ്സിലാക്കാൻ നിശ്ചയമായിട്ട് നമുക്ക് കഴിയും എന്നുള്ളതാണ്. ഇവിടെ നാടകത്തിന്റെ കഥ പറഞ്ഞു, ഒരുപാട് കഥകൾ ഈ പറഞ്ഞ മാതിരി പറയും. അതിന് ഇവിടെ പറഞ്ഞ പോലെ ഈ വാർഡിനെ പ്രതികരിച്ച സമയം ഇന്നിപ്പോൾ നല്ലതുപോലെ നമ്മുടെ വാർഡെല്ലാം മാറി. മുരളി സാറ് ഇവിടെ പഞ്ചായത്ത് അംഗമായിരിക്കുന്ന സമയത്ത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ അങ്ങോട്ടുള്ള വഴി ഓട്ടോറിക്ഷ സാറ് വീഴണം. ഇവിടെ നിങ്ങൾ ചന്ദ്രചേട്ടൻ്റെ അങ്ങോട്ടുള്ള വഴി അല്ലേ, പഴയ ആൾക്കാർക്കറിയാം അല്ലേ. മുരളീധരൻ സ്മാരക സാംസ്കാരിക കേന്ദ്രം പ്രസിഡന്റ് അനിൽകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ജെ ഷേർലി, അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഹാരിസ്, ലൈബ്രറി കൗൺസിൽ അംഗം എച്ച് സുബേർ, സരോജിനി മുരളീധരൻ, 245 നമ്പർ SNDP ശാഖായോഗം പ്രസിഡന്റ് ബി ഷാജി, പ്രാർത്ഥനാ സമിതി പ്രസിഡന്റ് ടി അജിത, ഗുരുദീപം കുടുംബ യൂണിറ്റ് രക്ഷാധികാരി രാജമ്മ കൊയ്ത്തറ, ചെമ്പഴന്തി കുടുംബ യൂണിറ്റ് രക്ഷാധികാരി ബാബു പുള്ളിപ്പാടം, പത്രാധിപർ കുടുംബ യൂണിറ്റ് രക്ഷാധികാരി അജി ചന്ദ്രൻ, ഗുരുകടാക്ഷം കുടുംബ യൂണിറ്റ് കൺവീനർ നന്ദകുമാർ, M പ്രദീപ് എന്നിവർ സംസാരിച്ചു. പ്രാർത്ഥനാ സമിതി സെക്രട്ടറി N ഉണ്ണികൃഷ്ണൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. പോലീസിലെ സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരിക്കണമെന്ന പ്രമേയവുമായി കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ 35ാമത് ജില്ലാ സമ്മേളനം നടത്തി. എച്ച് സലാം MLA സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പോലീസിലെ സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരിക്കണമെന്നും 8 മണിക്കൂർ ജോലി നടപ്പാക്കണമെന്നും പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. വനിതാ പോലീസുകാർക്ക് ആർത്തവ അവധി അനുവദിക്കുക, അവരുടെ അംഗബലം 15% വർദ്ധിപ്പിക്കുക, മെഡിസെപ്പ് ഇൻഷുറൻസിന്റെ പോരായ്മകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും പ്രമേയത്തിൽ ഉന്നയിച്ചു. അമ്പലപ്പുഴ MLA എച്ച് സലാം സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അതുകൊണ്ട് ഏറെ സൂക്ഷ്മതയോടെയും കുറവുകളില്ലാതെയും സേനയെ നയിക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് സംവിധാനം അത് ഏറ്റവും മികച്ച തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ളതുകൊണ്ട് രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച സേനയായി കേരള പോലീസിനെ നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതൊരു കേവല അർത്ഥത്തിൽ ഒരു പദപ്രയോഗം കൊണ്ട് മികച്ച സേന എന്നൊരു പദം പ്രയോഗിക്കുന്നതിലൂടെ മാത്രം ആർജിക്കുന്ന ഒരു കാര്യമല്ല. ആയിരക്കണക്കിന് സേനാംഗങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഭാഗമായി കാലത്തിന് അനുയോജ്യമായി പോലീസ് സേനയെ നവീകരിക്കപ്പെടുന്നതിന്റെ ഭാഗമായി
ആ സൗകര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി തങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റാൻ ഒരു സേന ടോട്ടലായി നടത്തുന്ന ഒരു പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇതര സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും മികച്ച സേനയായി നമ്മുടെ സേനയിൽ നിന്ന് മാറിത്തീരുന്നത്. അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് കെ പി ധനീഷ് സമ്മേളനത്തിൽ അധ്യക്ഷനായി. നഗരസഭാധ്യക്ഷ കെ കെ ജയമ്മ മുഖ്യാതിഥിയായി. സംസ്ഥാന പ്രസിഡന്റ് ആർ പ്രശാന്ത്, ASP എസ് അമ്മിണിക്കുട്ടൻ, ഡിവൈഎസ്പിമാരായ MR മധുബാബു, എസ് നൂമാൻ, ബിനു വി നായർ, എസ് ബിനു, ജില്ലാ സെക്രട്ടറി PK അനിൽകുമാർ, KPA ജില്ലാ സെക്രട്ടറി എസ് സന്തോഷ്, സഹകരണ സംഘം പ്രസിഡന്റ് വി വിവേക്, KPA സെക്രട്ടറി KP മോഹൻദാസ്, അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി നിയാസുദ്ദീൻ എന്നിവർ സംസാരിച്ചു. NGO യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സ്കൂൾ കുട്ടികൾക്കായി ചിത്രരചനാ മത്സരം നടത്തി. LP UP HS വിഭാഗം കുട്ടികൾക്കായിട്ടാണ് മത്സരം സംഘടിപ്പിച്ചത്. പ്രദേശത്തെ 200-ലധികം കുട്ടികളാണ് മത്സരത്തിൽ മാറ്റുരച്ചത്. ഈ മാസം 25, 26, 27 തീയതികളിലായി ആലപ്പുഴയിൽ നടക്കുന്ന NGO യൂണിയന്റെ 62ാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ജില്ലയിലെ LP UP ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. പെൻസിൽ ഡ്രോയിങ്, വാട്ടർ കളർ എന്നിവയിൽ സംഘടിപ്പിച്ച മത്സരത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 200ഓളം കുട്ടികൾ മാറ്റുരച്ചു. ആലപ്പുഴ TD ഹൈസ്കൂളിൽ നടന്ന മത്സരം പ്രമുഖ കാർട്ടൂണിസ്റ്റ് പ്രേംജിത്ത് കായംകുളം ഉദ്ഘാടനം ചെയ്തു. ആർജിതമായ അവർക്കൊരു വാസനയുണ്ട്, അത് അവർ പ്രകടിപ്പിക്കണം, അവർ പ്രോത്സാഹിപ്പിക്കണം, പഠിപ്പിക്കുകയല്ല വേണ്ടത്. അപ്പം ചായ പെൻസിലും എല്ലാം കൊടുത്തിട്ട് നീ അങ്ങനെ വേണം, നീ ഇങ്ങനെ വേണം എന്ന് പറയുന്ന അവരെ ഒരു കാരണവശാലും അവരെ നിർബന്ധിപ്പിക്കുക, ഒരു കാര്യത്തിൽ അവരെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് അന്ന് അടുപ്പാണ് ഈ വെള്ളം തിളപ്പിക്കാനൊക്കെ അടുപ്പിനകത്ത് ഈ വിറക് കൊണ്ട് നമുക്കറിയാം. ഇപ്പോഴേ ഗ്യാസ് വന്നപ്പോൾ അതൊക്കെ പോയി, കുട്ടികൾക്ക് വിറകുണ്ടാകുന്നത് നമുക്ക് അറിയാവുന്നതേ. അപ്പോൾ അതിന് കരിക്കട്ട കിട്ടും, കരിക്കട്ട. അപ്പോൾ ഈ കരിക്കട്ട കൊണ്ട് നമ്മുടെ വീട്ടിൻ്റെ ചുവരായ NGO യൂണിയൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് N അരുൺകുമാർ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം ജനറൽ കൺവീനർ B സന്തോഷ്, സമ്മേളനാനുബന്ധ പരിപാടിയുടെ കൺവീനർ P സജിത്ത് എന്നിവർ സംസാരിച്ചു. യൂണിയൻ സെക്രട്ടറി C സിലീഷ് യോഗത്തിന് സ്വാഗതവും MS പ്രിയലാൽ നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഈ വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കലവൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ച് നടത്തുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും സ്വകാര്യ ബസ് സർവീസിന് തുടക്കമായി. ആശുപത്രിയിലേക്ക് എത്തുന്ന ആയിരക്കണക്കിന് ആളുകൾക്കാണ് ബസ് സർവീസ് പ്രയോജനപ്പെടുന്നത്. H സലാം MLA ആദ്യ സർവീസിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. അമ്പലപ്പുഴ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ സജീവ സാന്നിധ്യവുമായിരുന്ന D മുരളീധരന്റെ സ്മരണാർത്ഥം ആരംഭിച്ച സാംസ്കാരിക കേന്ദ്രത്തിന്റെയും വായനശാലയുടെയും പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു. പോലീസിലെ സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരിക്കണമെന്ന പ്രമേയവുമായി കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ 35ാമത് ജില്ലാ സമ്മേളനം നടത്തി. അമ്പലപ്പുഴ MLA H സലാം ജില്ലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. NGO യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സ്കൂൾ കുട്ടികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. LP UP HS വിഭാഗം കുട്ടികൾക്കായി സംഘടിപ്പിച്ച മത്സരത്തിൽ 200ഓളം വിദ്യാർത്ഥികൾ മാറ്റുരച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.